അപ്പോൾ കേരളത്തിൻ്റെ രക്ഷ പ്രധാനമാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് 3 ജില്ലകളെയെങ്കിലും ബാധിക്കുമെന്നുള്ളതാണ് അവസ്ഥ. സർ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ചില ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകമായി എന്തെങ്കിലും പ്രശ്നം ഈ അടുത്ത കാലത്ത് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല. അത് സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ട് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ അടിച്ചു വിടുകയാണ്. മുല്ലപ്പെരിയാർ എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ഇപ്പോൾ 136 ഉള്ളത് 120 അടിയാക്കണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇതാണ് കേരളത്തിന്റെ ആവശ്യം. എല്ലാവരും ഏകീകരിച്ച് നിൽക്കുകയാണ്. ഇത് നാട്ടിൽ ഭീതി പരത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല. അത് നിയമപരമായി തന്നെ നേരിടേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. വിദഗ്ധ സംഘം നിഷ്പക്ഷമാകണ്ടേ? പരസ്യമായി പക്ഷം പിടിക്കാൻ പാടുണ്ടോ? പരസ്യമായി പക്ഷം പിടിച്ചു എന്ന് കേരളത്തിന്റെ ഭാഗത്ത് പോയ വിദഗ്ധർ പറയുന്നു. ആ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് എങ്ങനെ അംഗീകരിക്കും? സർക്കാരിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുല്ലപ്പെരിയാർ. ഇപ്പോഴെന്തോ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടലാണ്. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ആളുകളെല്ലാം ആശങ്കയിൽ കഴിയുകയാണ്. ആ ആശങ്കയുടെ ഭാഗമായുള്ള മറ്റു വിവാദങ്ങളിലേക്ക് പോവുകയല്ല വേണ്ടത്. ആ ആശങ്ക പരിഹരിക്കുന്നതിന് 2 സംസ്ഥാനങ്ങളും സമവായത്തിലെത്തി അടിയന്തരമായും പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങലാണ്. അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോഴല്ല. ഇപ്പോൾ നടപടികളാണ് ആവശ്യം. അനാവശ്യമായ ഭീതി പരത്തി ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടരെ നിയമപരമായി തന്നെ നേരിടേണ്ടതായിട്ടും വരും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്, അങ്ങനെ പവനായി ശവമായി.